പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അദാനി വിഷയം സഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ച പ്രതിപക്ഷ നീക്കത്തെ രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻകർ തടഞ്ഞു. അദാനിയെ മോദി സംരക്ഷിക്കുന്നെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ തുറന്നടിച്ചു. പിന്നാലെ രാജ്യസഭാ നടപടികൾ നിർത്തിവച്ചിരുന്നു. പ്രതിപക്ഷ പ്രതിഷേധം തുടർന്നതിനെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. PR സുനിൽ നൽകും വിവരങ്ങൾ. സുനിൽ, സഭാ സമ്മേളനത്തിന് തുടക്കമായ ദിവസം തന്നെ കണ്ടതെന്തൊക്കെയാണ്? രാജ്യസഭാ നടപടികൾ ഇപ്പോൾ മറ്റന്നാൾ രാവിലെ 11 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. അങ്ങനെ അദാനി വിഷയത്തിൽ രാജ്യസഭ ഇപ്പോൾ 2 ദിവസത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ്. നാളെ ഭരണഘടനാ ദിനമായതിനാൽ 2 സഭകളും ചേർന്നുള്ള സംയുക്ത സമ്മേളനമാണ് പാർലമെന്റിൽ നടക്കുക. അതുകൊണ്ട് നാളെ പാർലമെന്റിന്റെ 2 സഭകളും ചേരില്ല. അതിനു പകരം സംയുക്ത സമ്മേളനമായിരിക്കും ചേരുക. അപ്പോൾ മറ്റന്നാളാണ് ഇനി നോർമൽ ബിസിനസ് ആരംഭിക്കുന്നത്. അപ്പോൾ മറ്റന്നാൾ രാവിലെ 11 മണിവരെ ഇപ്പോൾ രാജ്യസഭാ നടപടികൾ നിർത്തിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ രാജ്യസഭാ ചെയർമാന്റെ തീരുമാനം വന്നിരിക്കുന്നത്. ഏതായാലും ഇന്ന് 2 സഭകളിലും അദാനി വിഷയം വളരെ ശക്തമായി തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചത്. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ തന്നെ അദാനി വിഷയം ഉന്നയിച്ചു. അദാനി വിഷയം എന്നത് രാജ്യത്തെ ബാധിക്കുന്ന വിഷയമാണ്. അത് ഗൗരവമായി ചർച്ച ചെയ്യണം. സഭയിൽ ഇത് ഗൗരവമായി വിലയിരുത്തേണ്ട ഒരു വിഷയമാണ് എന്നൊക്കെയാണ് മല്ലികാർജ്ജുന ഖാർഗെ ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും ഈ വിഷയം ഉന്നയിച്ച് ഇതിൽ കൂടുതൽ സംസാരിക്കാൻ രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധാങ്കർ മല്ലികാർജ്ജുന ഖാർഗെയെ അനുവദിച്ചില്ല. ഇത്തരം വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കേണ്ട കാര്യം ഇല്ല എന്നതാണ് ജഗ്ദീപ് ധാങ്കർ വ്യക്തമാക്കിയത്. അതേസമയം വലിയ പ്രതിഷേധം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ രാജ്യസഭയിൽ ഉയർത്തി. രാജ്യസഭാ ചെയർമാൻ സംസാരിക്കുന്നതിനിടയിൽ പ്രതിപക്ഷ പാർട്ടികൾ ബഹളം വെച്ചതിനെ തുടർന്ന് രാജ്യസഭാ ചെയർമാൻ വൈകാരികമായി സഭയ്ക്കകത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ തന്നെ ഉണ്ടായി. ഇത്തരം ഒരു രീതി സഭയുടെ അന്തസ്സിന് ചേർന്നതല്ല. ജനങ്ങൾ കാണുന്നതാണ് നമ്മുടെ സഭയിലെ നടപടികൾ. അതുകൊണ്ട് ഇത്തരം സമീപനവുമായി പ്രതിപക്ഷം മുന്നോട്ട് വരുന്നത് രാജ്യത്തിന് ഗുണകരമല്ല എന്നാണ് രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധാങ്കർ ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും സഭാ നടപടികൾ ബുധനാഴ്ച രാവിലെ 11 മണിവരെ രാജ്യസഭാ നടപടികൾ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. ലോക്സഭ അല്പസമയത്തിനകം വീണ്ടും സമ്മേളിക്കും. 12 മണിക്ക് രാവിലെ 11 മണിക്ക് ലോക്സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം അദാനി വിഷയം ഉന്നയിച്ചുകൊണ്ട് ശക്തമായി എഴുന്നേൽക്കുകയായിരുന്നു. സഭയുടെ നടുത്തളത്തിലേക്ക് വരെ ചില അംഗങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും സഭാ നടപടികൾ 12 മണിവരെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള നിർത്തിവച്ചിരിക്കുകയാണ്. 12 മണിക്ക് ലോക്സഭ സമ്മേളിക്കുമ്പോഴും ശക്തമായി ഈ വിഷയത്തിൽ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഉറച്ചു നിൽക്കും. സ്വാഭാവികമായും ഇന്നത്തേക്ക് ലോക്സഭയും പിരിയാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ അദാനി വിഷയം ശക്തമായി ഉന്നയിച്ചുകൊണ്ട് പാർലമെന്റ് പ്രക്ഷുബ്ധമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം. വരും ദിവസങ്ങളിലും ഇതേ വിഷയം ഉന്നയിച്ച് ശക്തമായ പ്രതിഷേധം ഉയർത്തി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. PR സുനിലാണ് വിവരങ്ങൾ.